ചെയ്ത് വിചാരിച്ചോ, ഈ 250 കോടി ഇപ്പൊ ഇന്നിട്ട് കഴിഞ്ഞാല് അടുത്ത ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ മൂല്യം കുറയും. അതായത് ഇപ്പൊ ഞാൻ ഇടുമ്പോ കൊടുത്ത പൈസ, ഇപ്പൊ 250 കോടിക്ക് കിട്ടുന്ന സാധനം ചിലപ്പോ എന്നല്ല, എന്തായാലും അടുത്ത ഒരു കൊല്ലം ഫിനാൻഷ്യൽ ഇയർ ആയി കഴിഞ്ഞാൽ കിട്ടില്ല, അത്ര സാധനം കിട്ടില്ല. അപ്പൊ അതിന്റെ മൂല്യം കുറയും. അപ്പൊ അതിന്റെ ഡിപ്രസിയേഷൻ എമൗണ്ട് പറഞ്ഞിട്ടൊരു സാധനമാണ് നമുക്ക് ഇൻട്രസ്റ്റ്. അതായത് ഇൻട്രസ്റ്റിനായിട്ട് തന്നെ കാണേണ്ട ആവശ്യമില്ല, ഈ ഡിപ്രസിയേഷൻ എമൗണ്ടിനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഹറാമല്ലല്ലോ. അല്ല, ഇപ്പൊ ബാങ്കിലാണ് ഇടുന്ന വെച്ചെങ്കില് അവർ ആ പൈസ വേറൊരു ടീമിന് കൊടുത്തിട്ട് അതിൽ നിന്ന് പലിശ വാങ്ങല്ലേ ചെയ്യാ? അല്ലല്ല, അതായത് ഇപ്പൊ ഒരു ബാങ്കിലാണെന്ന് വെച്ചാൽ ടീമിന് കൊടുത്തിരുന്നില്ല. അപ്പൊ ബാങ്കിന് ഇൻവെസ്റ്റ്, അതായത് പലിശയുമായി ബന്ധപ്പെടാത്ത എന്തിലും ഇട്ടാലും പ്രശ്നമില്ല. പക്ഷെ ബാങ്കിലാണ് ഇടുന്ന വെച്ചെങ്കിൽ അവർ ആ പൈസ നമ്മള് ബാങ്കിനാണ് കൊടുക്കുന്നത്. അതായത് ബാങ്കിന്റെ നമ്മൾ ഇത്ര രൂപ പലിശ വേണം. അങ്ങനല്ല, ബാങ്കിന് അല്ല, ഈ ബാങ്കിന് കൊടുക്കണത് ബാങ്കിനോട് പറയാം, ഇക്ക് ഇതിന്റെ പൈസ ഒന്നും വേണ്ട, നിങ്ങൾ എന്താ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. ഇത് ഇയാള് പൈസ വാങ്ങിയിട്ട് സഹായിക്കുന്നതാണ് പറയണത്. ഈ ബാങ്കിന് ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഇവരെ പൈസ ഉള്ളവരിൽ നിന്ന് വാങ്ങിന്ന് എടുത്തു വെക്കുന്നു, എന്നിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നു, അതിന്റെ പലിശ വാങ്ങുന്നു, അതിന്റെ കമ്മീഷൻ അവർ എടുക്കുന്നു, ഒരു വീതം ഇവർ കൊടുക്കുന്നു. അതാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 250 കോടി ഡെപ്പോസിറ്റ് ചെയ്താൽ അതിനനുസരിച്ചുള്ള പൈസ കിട്ടും. ഈ ബാങ്കിന് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. മനസ്സിലായി. ഒരു ഇപ്പല്ലേ നീ പറഞ്ഞു തരാന്ന് വെച്ചാല്, നമുക്ക് പലിശ സഹായിക്കാൻ വേണ്ടിട്ട് പലിശക്ക് പൈസ കൊടുക്കാന്നും അത് വാങ്ങിയിട്ട് സഹായിക്കാന്നാണോ? അങ്ങനല്ല, പലിശക്ക് കൊടുക്കണം. ആളിപ്പോ ഈ പൈസ കിട്ടുന്നത് ചോദിക്കണേ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പൈസ കിട്ടി കഴിഞ്ഞാല് പലിശ നമ്മൾ എടുക്കാണ്ട് മറ്റുള്ളവരെ സഹായിക്കണതിൽ കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ആൾക്കറിയാം ഇത് പലിശയാണ്. അതായത് പലിശ വേണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ കൊടുക്കണത്. അതായത് ഇത്ര